Hello, good morning. Welcome to Learn. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൽ നിന്നുള്ള MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പൈൻഡ് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 3 പാർട്ട് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കേ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First one, which of the following is a characteristics of a MOSFET? താഴെ നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ തന്നിട്ടുണ്ട്. അതിൽ മോസ്ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. മോസ്ഫെറ്റിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് അല്ലേ. സിമിലർലി ലോ പവർ കൺസംഷൻ. മോസ്ഫെറ്റിന്റെ പവർ കൺസംഷൻ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്. നമ്മളൊരു ഫാസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? മോസ്ഫെറ്റ് ആണ് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് നമുക്ക് റൈറ്റ് തന്നെയാണ്. സോ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്, ലോ പവർ കൺസംഷൻ, ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്, ഇതൊക്കെ എന്തിന്റെയാണ്? മോസ്ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദി എബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കാം. ഹൈ സ്വിച്ചിങ് സ്പീഡ് ആണ്, ലോ പവർ കൺസംഷൻ ആണ്, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, ലോ നോയ്സ് ആണ്, ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ് ആണ് അല്ലെ. ഇതൊക്കെയാണ് മോസ്ഫെറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി കുറച്ച് അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേറ്റർ എഫിഷ്യൻസി ആണുള്ളത്, പക്ഷെ ലോ വോൾട്ടേജ് വാല്യൂ ആണ് നമുക്ക് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഗേറ്റ് കറന്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ളത് കൊണ്ട് ഹൈ സ്വിച്ചിങ് സ്പീഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡാമേജ്, അതായത് തിൻ ഓക്സൈഡ് ലെയർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആകുന്നതിന് കാരണമാകാം. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാർജ് കാരണം പെട്ടെന്ന് ഒരു ഡാമേജ് ആകുന്നതിന് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു അൺസ്റ്റേബിൾ ആയിരിക്കും, കാരണം വോൾട്ടേജ് നമുക്ക് ഓവർലോഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മോസ്ഫെറ്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അൺസ്റ്റേബിൾ ആയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജും ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? Depletion mode MOSFET is normally on and needs a gate voltage to turn off. ഡിപ്ലീഷൻ മോസ്ഫെറ്റ്, അതായത് മോസ്ഫെറ്റിന്റെ 2 ടൈപ്സ് ആണ്, ഡിപ്ലീഷൻ മോസ്ഫെറ്റും എൻഹാൻസ്മെന്റ് ടൈപ്പ് മോസ്ഫെറ്റും അല്ലെ. നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് അതൊക്കെ. അപ്പൊ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്, ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോർമലി നമുക്ക് ഓൺ ആയിരിക്കും. നമുക്കൊരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ഈ പറയുന്ന ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിന് നമുക്ക് ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആൻ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ഈസ് നോർമലി ഓഫ് ആൻഡ് റിക്വയർസ് എ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജ് ടു ടേൺ ഓൺ. എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് എങ്ങനെയായിരിക്കും? നോർമലി ഓഫ് ആയിരിക്കും. നമുക്കൊരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ടേൺ ഓൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് ഓൺ ആയിരിക്കും, അതായത് ഒരു ഗേറ്റ് കറന്റ് ഇല്ലാതെ തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗേറ്റ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് ആ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഈസ് മോർ നെഗറ്റീവ് ദാൻ ദ ത്രെഷോൾഡ് വോൾട്ടേജ്. ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? നമ്മുടെ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് എന്താണ്? ഒരു നോർമലി ക്ലോസ്ഡ് സ്വിച്ച് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടക്ടിങ് ആണ് അല്ലെ. എന്നാൽ എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് എങ്ങനെയായിരിക്കും? നോർമലി നമുക്കതൊരു ഓഫ് ആയിരിക്കും, അതായത് ഒരു ഓൺ സ്വിച്ച് ആയിട്ടാണ്, അല്ലെങ്കിൽ നോർമലി ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ബിക്കോസ് ദ കണ്ടക്ടിങ് ചാനൽ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ്, അതല്ലെങ്കിൽ ഡോപ്പ് ചെയ്യാത്ത രീതിയിലായിരിക്കും അതിന്റെ കണ്ടക്ടിങ് ചാനൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താകും? അതൊരു നോൺ കണ്ടക്റ്റീവ് ടൈപ്പ്. ദാറ്റ് മീൻസ് അതൊരു ഓപ്പൺ സ്വിച്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളൊരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന്റെ ഫലമായിട്ട് ഈ ഒരു എൻഹാൻസ്മെന്റ് ചാനലിൽ ഉണ്ടാകുന്ന ചാനൽ എൻഹാൻസ് ചെയ്യുകയും അതിലൂടെ ഉണ്ടാകുന്ന കറന്റിന്റെ കണ്ടക്ഷൻ പ്രോപ്പർ ആവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ എൻഹാൻസ്മെന്റ് മോഡ് എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ കണ്ടക്ടിങ് മോഡിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. Which of the following statement best describe the body effect in a MOSFET? താഴെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ മോസ്ഫെറ്റിന്റെ ബോഡി എഫക്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് നോക്കാം ഓപ്ഷൻ എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്. The threshold voltage changes with increasing source bulk voltage.
സോഴ്സ് ബൾക്ക് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഇൻക്രീസിംഗിനനുസരിച്ച് ത്രെഷോൾഡ് വോൾട്ടേജ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ദ ബോഡി എഫക്റ്റ് ഇൻ എ മോസ്ഫെറ്റ്. അല്ലെ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബോഡി എഫക്റ്റ് ഇൻ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ് നമുക്ക് ബോഡി എഫക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ബോഡി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മോസ്ഫെറ്റിന്റെ ത്രെഷോൾഡ് വോൾട്ടേജിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിനെയാണ് നമ്മൾ പറയുന്നത്. ഈ ത്രെഷോൾഡ് വോൾട്ടേജ് എങ്ങനെയാ ചേഞ്ച് ആകുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ സോഴ്സും ബോഡിയും തമ്മിലുണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസ് കാരണം ഇതിലുണ്ടാകുന്ന ത്രെഷോൾഡ് വോൾട്ടേജിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു വോൾട്ടേജിൽ അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സോഴ്സിലും ബോഡി എഫക്റ്റിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ സോഴ്സിലും ബോഡിയിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസ് കാരണം ത്രെഷോൾഡ് വോൾട്ടേജ് ചേഞ്ച് ആകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോഡീനെ നമുക്ക് എന്തെന്ന് പറയാം, ആ ഒരു മോസ്ഫെറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഒരു സെക്കൻഡ് ഗേറ്റ് ആയിട്ട് നമുക്ക് അതിനെ അസ്യൂം ചെയ്യാം. കാരണം ആ ഒരു സെക്കൻഡ് ഗേറ്റ് അത് ഹെൽപ്പ് ചെയ്യണത് എന്തിനാണ്, ഒരു ട്രാൻസിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യാനോ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബോഡി എഫക്റ്റ് ഓഫ് ദ ബോഡി എഫക്റ്റ് എങ്ങനെ ഒക്യൂർ ആകുന്നത് പറഞ്ഞാൽ ആ ഒരു ബോഡി അതല്ലെങ്കിൽ ആ ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ പ്രോപ്പർ ആയിട്ട് ബയാസ് ചെയ്യാത്ത സമയത്ത് ആ ഒരു സോഴ്സിന് ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു സെയിം ലെവലിൽ ബയാസ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു വോൾട്ടേജ് ഡിഫറൻസ് വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു വോൾട്ടേജ് ഡിഫറൻസ് കാരണം എന്താകുന്നുണ്ട്, അവിടെ ഉണ്ടാകുന്ന ത്രെഷോൾഡ് വോൾട്ടേജിൽ ചേഞ്ചസ് ഒക്കെ ആകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോഡി എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ബൾക്ക്, സോഴ്സ് ആൻഡ് ബോഡി അല്ലെങ്കിൽ ബൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ പറയുന്ന ത്രെഷോൾഡ് വോൾട്ടേജിൽ ചേഞ്ചസുകൾ ഒക്യൂർ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എ JFET has a drain current of 5 milliampere. If IDS is equal to 10 milliampere, VGS is equal to minus 6 voltage, find the value of VGS and VP. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്യണം, പീക്ക് വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഡ്രെയിൻ കറന്റ് തന്നിട്ടുണ്ട്, ഐഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, IDSS തന്നിട്ടുണ്ട്, VGS ഓഫും തന്നിട്ടുണ്ട്. സോ ദ ആൻസർ എ ആണ് റൈറ്റ് ആൻസർ. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. നമുക്ക് അപ്പൊ ഒരു JFET ഐഡിയുടെ ഇക്വേഷൻ അറിയാം അല്ലെ. ID is equal to IDSS into 1 minus VGS by VGS of whole square ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ID വാല്യൂ അറിയാം, IDSS അറിയാം, VGS ഓഫ് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് VGS കാൽക്കുലേറ്റ് ചെയ്തൂടെ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 is equal to 10 into 1 പ്ലസ് ആണോ അല്ല 1 മൈനസ് ആണ്. ഓക്കെ, 1 മൈനസ്, കാരണം നമുക്ക് ഇവിടെ ഒരു -6 വരുന്നുണ്ട്. ആ മൈനസും ഈ മൈനസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇവിടെ പ്ലസ് ആയിരിക്കുന്നത് അല്ലെ. ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി, എനിക്ക് ഓൾറെഡി ഈ ഒരു ഇതിലും ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. സോ മൈനസും കൂടി ചേർക്കുമ്പോൾ എനിക്ക് പ്ലസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ 5 is equal to 10 into 1 plus VGS minus 6 whole square ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന് LCM എടുത്തു, അതായത് 5/10 വരും, 1/2 വരും. അതിന് ഞാൻ LCM എടുത്ത് 1 plus square root എടുത്തു, 1 plus VGS by 6 is equal to square root of 5/10 which is equal to 0.707 വരും. അതെ, 1/√2 ആണ് വരുന്നത് അല്ലെ, 0.707 വരും. which is VGS അപ്പൊ നമുക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നോക്കുമ്പോൾ -1.76 ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് VP യുടെ ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് മൈനസ് ഓഫ് VGS ഓഫ് ആണ്, മൈനസ് ഓഫ് VGS ഓഫ് ആണ്. VGS ഓഫ് എന്ന് പറയുന്നത് -6 ആണ്. അപ്പൊ മൈനസ് ഓഫ് -6 എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. അങ്ങനെയാണ് എനിക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ JFET in the figure VGS off is equal to -4 and IDS is equal to 12 milliampere. Determine the minimum value of VDD required to put the device in the constant current region of operation. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ RD എന്ന് പറയുന്നത് 560 ohm ആണ്. നമുക്ക് VGS ഓഫ് തന്നിരിക്കുന്നത് -4 വോൾട്ടും IDSS എന്ന് പറയുന്നത് 12 milliampere ആണ്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മിനിമം VDD എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ഡിവൈസ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് കറന്റ് റീജിയൻ ഓഫ് ഓപ്പറേഷനിൽ നിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ റിക്വയർമെന്റ് ആയിട്ട് വരുന്ന VDD, മിനിമം വാല്യൂ ഓഫ് ദ VDD എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 10.72 വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ട മിനിമം വാല്യൂ ഓഫ് VDD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, VGS is equal to നമുക്ക് -4 തന്നിട്ടുണ്ട്, VP എന്ന് പറയുന്നത് 4 വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മിനിമം വാല്യൂ ഓഫ് VDS അല്ലെങ്കിൽ VDD എന്ന് പറയുന്നത് JFET to be in the constant region equation, VDS is equal to എന്താണ്
VP is equal to 4 volt ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോൺസ്റ്റന്റ് കറന്റ് റീജിയനിൽ VGS എന്ന് പറയുന്നത് എത്രയാണ്? 0 വോൾട്ട് ആണ്. അപ്പൊ ID is equal to IDSS ആയിരിക്കും. അപ്പൊ നമുക്കത് 12 മില്ലി ആംപിയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ID. അപ്പൊ നമ്മുടെ ആ ഒരു കിർച്ചോഫ് വോൾട്ടേജ് നമ്മൾ ആ ഒരു ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? VDS is equal to VDS plus VRD which is equal to VDS plus IDRD. അതായത് VRD ക്ക് പകരം ഞാൻ IDRD എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VDS നമുക്ക് 4 വോൾട്ട് ആണെന്ന് അറിയാം. VRD നമുക്ക് ഇതാണ് ID into RD ആണ്. ID 12 മില്ലി ആംപിയർ ആണ്. RD എന്ന് പറയുന്നത് 560 ഓം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ 4 plus 4.72 ആണ് വരുന്നത്. ഇവിടെ മില്ലി ആംപിയറും ഇതുമാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ, which is equal to 10.72 ആണ്. അപ്പോൾ this is the value of VDD, that is to make VDS is equal to VP. അപ്പോൾ ആ ഒരു ഡിവൈസ് കോൺസ്റ്റന്റ് കറന്റ് റീജിയനിൽ വരണമെങ്കിൽ VDS is equal to VP എന്നുള്ളതിലേക്ക് നമുക്ക് മാറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം VDD യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10.72 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ ദ പവർ സെമികണ്ടക്ടർ ഡിവൈസസ് IGBT, MOSFET, ഡയോഡ് ആൻഡ് തൈറിസ്റ്റർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? നമുക്ക് 4 ഡിവൈസസുകൾ തന്നിട്ടുണ്ട്, IGBT, MOSFET, ഡയോഡ്, തൈറിസ്റ്റർ. അതിൽ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? ഓൾ ദ 4 ആർ മെജോറിറ്റി കാരിയർ ഡിവൈസസ്. All the 4 are minority carrier devices. IGBT and MOSFET are the majority carrier devices, whereas diode and thyristors are minority carrier devices. Option D, MOSFET is majority charge carrier devices, whereas IGBT, diode, thyristors are minority carrier devices. അല്ലേ, നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കാരണം മോസ്ഫെറ്റ് മാത്രമാണ് നമുക്ക് മെജോറിറ്റി കാരിയർ ഡിവൈസസിൽ വരുന്നത്. എന്നാൽ IGBT, ഡയോഡ്, തൈറിസ്റ്റർ ഇതൊക്കെ എങ്ങനെയാണ്? മൈനോറിറ്റി കാരിയർ ഡിവൈസസ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നോക്കൂ, മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെജോറിറ്റി കാരിയർ ഡിവൈസ് ആണ്. ഡയോഡ് എന്ന് പറയുന്നത് ബോത്ത് മെജോറിറ്റിയും വരും അതുപോലെ തന്നെ മൈനോറിറ്റി കാരിയർ. അപ്പൊ നമുക്ക് മെജോറിറ്റി കാരിയർ ഡിവൈസസിന്റെ കാറ്റഗറിയിൽ മാത്രമായിട്ട് ഡയോഡിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തൈറിസ്റ്ററും അതുപോലെ തന്നെ IGBT ഒക്കെ എന്താണ്? മൈനോറിറ്റി കാരിയർ ഡിവൈസസ് ആണ്. അപ്പൊ നമുക്ക് മോസ്ഫെറ്റ് മാത്രമാണ് മെജോറിറ്റി കാരിയർ ഡിവൈസസിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. when a reverse gate voltage of 15 voltage is applied to a JFET, the gate current is 10 to the power minus 3 microampere. Find the resistance between the gate and source. RGS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഗേറ്റ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, 15 വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഗേറ്റ് കറന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 15,000 മെഗാ ഓം ആണ് കിട്ടുന്നത്. നോക്കൂ, VGS 10 വോൾട്ട് ആണ്. IG എന്ന് പറയുന്നത് 10 to the power minus 3 മൈക്രോമീറ്റർ ആണ്. സോ 10 to the power minus 9 വരും നമുക്ക് അല്ലെ. ഇവിടെ ഒരു -3 ഉണ്ട്, മൈക്രോയുടെ 6 കൂടി ആവുമ്പോൾ -9 വരുന്നുണ്ട്. അപ്പൊ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്താണ്? VGS by IG. R is equal to V by I ആണല്ലോ. അപ്പൊ ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 15 divided by 10 to the power minus 9 ആണ്. സോ 15 into 10 to the power 9 ഓം വരും. അപ്പൊ ഈ 9 ഓമിൽ 6ന് നമുക്ക് മെഗാ എന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 15,000 മെഗാ ഓം ആണ് വരുന്നത്. ഓക്കെ, the data sheet of JFET gives the following information. ഒരു JFET ന്റെ ഡേറ്റാ ഷീറ്റിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. IDSS എന്ന് പറയുന്നത് 3 മില്ലി ആംപിയർ ആണ്. VGS ഓഫ് എന്ന് പറയുന്നത് -6 ആണ്. GM അതായത് ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് 5000 മൈക്രോ സെക്കൻഡ്സ് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിറ്റർമൈൻ ദ ട്രാൻസ് കണ്ടക്ടൻസ് ഫോർ VGS is equal to -4 and find the drain current ID at this point. അല്ലെ, നമുക്ക് ആദ്യം കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. VGS ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, VGS ഓഫും. അറ്റ് VGS is equal to -4 വോൾട്ടേജിൽ ട്രാൻസ് കണ്ടക്ടൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രെയിൻ കറന്റും ആ ഒരു പോയിന്റിൽ എത്രയാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1667 മൈക്രോ സെക്കൻഡ്സും 333 മൈക്രോ ആംപിയറും ആണ് വരുന്നത്. ഓക്കെ, ട്രാൻസ് കണ്ടക്ടൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമിലർലി ഐഡിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, സോ VGS is equal to 0. The value of GM is maximum ആണ്. ഓക്കെ, അതായത് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് നമുക്ക് 0 ആണെങ്കിൽ മാക്സിമം ട്രാൻസ് കണ്ടക്ടൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് GMO ആണ് വരുന്നത്. ഓക്കെ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന 5000 മൈക്രോ സെക്കൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ GM ന്റെ ഇക്വേഷൻ നമുക്കറിയാം. GM is equal to എന്താണ്? GMO into 1 minus VGS by VGS off ആണ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. GMO നമുക്കറിയാം, 1 minus VGS എന്ന് പറയുന്നത് -4 ആണ്.
VGS ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് -6 ആണ്. അതായത് VGS -4ലുള്ള വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈനസും മൈനസും കൂടി ആവുമ്പോൾ പ്ലസ് അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ഒരു മൈനസ് വരും അല്ലെ. അപ്പൊ ഈ 5000 into 1 - 4/6 ആണ്. ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 5000 into ഇവിടെ നമുക്ക് 2/3 വരും അല്ലെ. 2/3 ആണ്. 1 - 2/3 എന്ന് പറയുന്നത് എത്രയാണ്? 1/3 കിട്ടും അല്ലെ. നമുക്കറിയാം 1 - 2/3 ആണ്. അപ്പൊ നമുക്ക് ഇത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3 - 2 divided by 3 which is equal to എത്ര വരുന്നത്? 1/3 ആണ്. അതാണ് 5000 into 1/3 എന്ന് എഴുതിയിരിക്കുന്നത്. which is equal to 1667 microseconds കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ വരുന്ന എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? ഐഡിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരും. GMO എന്ന് മാത്രം മാറ്റി IDSS ആക്കണം അല്ലെ. IDSS is equal to 1 - VGS by VGS off വരും. ഓക്കെ. സോ IDSന്റെ വാല്യൂ നമുക്ക് 3 mA ആണ് into 1 - -4/-6 അതായത് 3 mA into 1/3 എന്ന് വരും. സോ അത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 333 മൈക്രോ ആംപിയർ ആണ് കിട്ടുന്നത്. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is correct about IGBT? IGBT നെ കുറിച്ച് നമുക്ക് രണ്ട് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ. The switching speed of IGBT is inferior to that of MOSFET. MOSFET-നേക്കാൾ switching speed എന്ന് പറയുന്നത് കുറവാണ് IGBT-ക്ക്. അല്ലേ? That is a right statement ആണ്. അടുത്ത എന്താ നോക്കൂ. IGBTs are finding increasing applications in medium power applications such as DC and AC motors drives, power supplies, solid state relays and contactors. അതും ഒരു റൈറ്റ് ആപ്ലിക്കേഷൻ ആണ്. IGBT എന്ന് പറയുന്നത് നമ്മൾ മീഡിയം പവർ ആപ്ലിക്കേഷൻസിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഓക്കെ. ഓപ്ഷൻ എ ആണ് അപ്പോൾ റൈറ്റ് ആൻസർ. ബോത്ത് 1 and 2 ആർ കറക്റ്റ് ആണ്. അപ്പൊ നോക്കൂ, സ്വിച്ചിങ് സ്പീഡിന്റെ കേസ് പറയുകയാണെങ്കിൽ IGBT എന്ന് പറയുന്നത് എന്താണ്? മോസ്ഫെറ്റിനേക്കാൾ നമുക്ക് സ്വിച്ചിങ് സ്പീഡ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞെങ്കിൽ IGBT എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പറയുന്ന മോസ്ഫെറ്റിന്റെയും അതുപോലെ തന്നെ BJTയുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് IGBT എന്ന് പറയുന്നത്. അപ്പൊ മോസ്ഫെറ്റിന്റെ ഫാസ്റ്റ് സ്വിച്ചിങ് സ്പീഡ് അതുപോലെ തന്നെ ഹൈ ഇൻപുട്ട് ഇംപിഡൻസും കൂടി കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്തുമായിട്ട്? ലോ സാച്ചുറേഷൻ വോൾട്ടേജ് കപ്പാബിലിറ്റി അതുപോലെ തന്നെ ഹൈ കറന്റ്, ഇതൊക്കെയാണ് ഈ പറയുന്ന BJTയുടെ സ്പെഷ്യാലിറ്റി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന IGBT എന്ന് പറയുന്നത് കിട്ടുന്നത്. സോ നമുക്ക് കമ്പാരിറ്റീവ്ലി മോസ്ഫെറ്റിനെ കമ്പയർ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് മോസ്ഫെറ്റിനേക്കാൾ കുറവാണ് IGBTക്ക്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം മോസ്ഫെറ്റിന്റെ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ വെരി ഹൈ സ്വിച്ചിങ് സ്പീഡ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് അതുകൊണ്ടാണ് മോസ്ഫെറ്റ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു മീഡിയം പവർ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ പറഞ്ഞ പോലെ IGBTs എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് പറഞ്ഞ ഈ DC AC മോട്ടോർ ഡ്രൈവ്സിലെ പവർ സപ്ലൈ അങ്ങനെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിലാണ് ഈ പറയുന്ന IGBT നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ JFET? JFET-നെ കുറിച്ച് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ JFET ഈസ് മോസ്റ്റ്ലി റെഫർഡ് ടു ആസ് ആൻ എൻഹാൻസ്മെന്റ് മോഡ് ഡിവൈസ്. JFET എന്ന് പറയുന്നത് ഒരു ഡിപ്ലീഷൻ മോഡ് ഡിവൈസ് ആണ് അല്ലെ. JFET is usually on when there is no potential difference between the gate and the source terminal. അല്ലേ? നമുക്ക് പറഞ്ഞു JFET എന്ന് പറയുന്നത് ഒരു ഡിപ്ലീഷൻ മോഡാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഗേറ്റ് സോഴ്സ് ടെർമിനൽ പ്രത്യേകിച്ച് വോൾട്ടേജ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ കൂടെ JFET എങ്ങനെയായിരിക്കും? യൂഷ്വലി ഓൺ ആയിരിക്കും. സോ സ്റ്റേറ്റ്മെന്റ് ബി കറക്റ്റ് ആണ്. The JFET is used as an amplifier but not as a voltage controlled resistor. That's a wrong statement. The JFET has a small input impedance. അതും wrong statement ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നോക്കൂ, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന് ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ പോലും JFET എന്ന് പറയുന്നത് ഓൺ കണ്ടീഷനിലായിരിക്കും അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപ്ലീഷൻ മോഡ് ഡിവൈസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന JFET-നെ ബോത്ത് ആംപ്ലിഫയർ ആയിട്ടും ഒരു വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ട് നമ്മൾ മെനി ആംപ്ലിഫയർ കോൺഫിഗറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ദേ ക്യാൻ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെ അതുപോലെ തന്നെ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് സിഗ്നൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ JFET എന്ന് പറയുന്നത് ഒരു കോമൺ ആക്റ്റീവ് ഡിവൈസസ് ആണ്. ഫോർ വോൾട്ടേജ് കൺട്രോൾ റെസിസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഒരു ആക്റ്റീവ് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ അതെന്ന് പറയുന്നത് ഒരു പാക്കേജ് ആൻഡ് സോൾഡ് ആസ് വോൾട്ടേജ് കൺട്രോൾഡ് റെസിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്.
നോക്കൂ ജെഫെറ്റിന് എങ്ങനെയാണ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. അതെന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്, അല്ല നമുക്ക് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ജെഫെറ്റിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഇൻപുട്ട് സിഗ്നൽസിനെ പ്രത്യേകിച്ച് അതിന്റെ സർക്യൂട്ട് പെർഫോമൻസുകൾ ഒന്നും തന്നെ അഫക്ട് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻപുട്ടും ഔട്ട്പുട്ടും സർക്യൂട്ടുകൾ തമ്മിൽ ഹൈ ഡിഗ്രി ഓഫ് ഐസൊലേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, which of the following is not true for JFET? JFET-നെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡ്രെയിൻ കറന്റ് ഈസ് കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ ചാനൽ വിഡ്ത്, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗേറ്റ് സോഴ്സ് പി എൻ ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയാസ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആണ് വരുന്നത്. JFET എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഗേറ്റ് സോഴ്സ് പി എൻ ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയാസ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ജെഫെറ്റില് പ്രത്യേകിച്ച് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും തന്നെ ആ ഒരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന്റെ ടെർമിനലിന് അക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ജെഫെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ഓൺ സ്റ്റേറ്റിലായിരിക്കും അല്ലെ? അതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡിപ്ലീഷൻ മോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസസ് VDD എന്ന് പറയുന്നത് ആ ഒരു ഡ്രെയിൻ ടു സോഴ്സിന് ടെർമിനലിന് ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഡ്രെയിൻ കറന്റ് ഡ്രെയിൻ ടു സോഴ്സ് ടെർമിനലിലേക്ക് ഒരു ഡ്രെയിൻ കറന്റ് ഫ്ലോ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാക്സിമം ആ ഒരു ചാനൽ വിഡ്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കറന്റ് അതിലൂടെ ഫ്ലോ ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഡിപ്ലീഷൻ വിഡ്ത് റെഡ്യൂസ് ആവുകയും അതിന്റെ ഫലമായിട്ട് അതിലൂടെ ഫ്ലോ ആവുന്ന കറന്റ് ID കറന്റിന്റെ വാല്യൂ റെഡ്യൂസ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ കറന്റ് ID കറന്റ് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ജെഫെറ്റിൽ ഉണ്ടാകുന്ന ഡ്രെയിൻ കറന്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ചാനൽ വിഡ്ത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ വിഡ്ത് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഡ്രെയിൻ കറന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗേറ്റ് സോഴ്സ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ബയാസിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമ്മൾ അതൊരു ഫോർവേഡ് ബയാസിലാവുകയാണെങ്കിൽ ചാനൽ കറന്റ് ആ ഒരു ഗേറ്റിലൂടെ മാത്രമായിരിക്കും ഫ്ലോ ആവുന്നത്, സോഴ്സിലേക്ക് ഫ്ലോ ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നത്? നമ്മുടെ ജെഫെറ്റിനെ ടോട്ടൽ ആയിട്ട് ഡാമേജ് ചെയ്യുന്നതിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗേറ്റ് സോഴ്സ് PN ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, a channel JFET has IDSS equal to 1 milliampere, VP 5 voltage and maximum transconductance is. maximum transconductance ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ബി 0.4 milli MHO ആണ്. ട്രാൻസ്കണ്ടക്ടൻസിന്റെ ആണ് MHO വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഡ്രെയിൻ കറന്റ് ഇൻ സാച്ചുറേഷൻ ജെഫെറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ID is equal to IDSS into 1 minus VGS by VP ആണ്. IDS എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ഡ്രെയിൻ കറന്റ് ആണ്. VP എന്ന് പറയുന്നത് പിഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് ആണ്. ട്രാൻസ്കണ്ടക്ടൻസ് GN എന്ന് പറയുന്നത് എന്താണ്? ദ ചേഞ്ച് ഇൻ ID വിത്ത് റെസ്പെക്ട് ടു എ ചേഞ്ച് ഇൻ ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അല്ലെ? ID by VGS ആണ് നമുക്ക് വരുന്ന ട്രാൻസ്കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? GM is equal to 2 IDSS by VP വരും, which is equal to 1 minus VGS by VP. നമുക്ക് ആ ഒരു ഇക്വേഷൻ എന്താ വരുന്നത്? അതായത് മാക്സിമം വാല്യൂ നമുക്ക് ഒക്കർ ആകണമെങ്കിൽ VGS എന്ന് പറയുന്നത് 0 ആകണം അല്ലെ? അപ്പൊ ഈ ഒരു ടേം നമുക്ക് 0 ആകും. അപ്പൊ 2 IDSS by VP ആണ്. IDS ന്റെ വാല്യൂ VP യുടെ വാല്യൂ നമുക്കറിയാം. അപ്പൊ നോക്കൂ, IDS ന്റെ വാല്യൂ VP നമുക്കറിയാം. സോ ഞാൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into IDS divided by 5 വോൾട്ടേജ് ആണ് വരുന്നത്. സോ 0.4 മില്ലി സെക്കൻഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, a MOSFET acts as an amplifier when it is ഏത് റീജിയനിലാകുമ്പോഴായിരിക്കും MOSFET ഒരു ആംപ്ലിഫയർ ആയിട്ട് വരുന്നത്? ഇറ്റ്സ് ഇൻ സാച്ചുറേഷൻ റീജിയൻ. ഓപ്ഷൻ ബി സാച്ചുറേഷൻ റീജിയനിലാണ് MOSFET ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, ഇതാണ് എനിക്ക് ആ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഓഫ് റീജിയൻ ആണ്. സാച്ചുറേഷൻ റീജിയൻ അതല്ലെങ്കിൽ ആക്റ്റീവ് റീജിയനിലെ കോൺസ്റ്റന്റ് കറന്റ് റീജിയൻ എന്ന് വേണമെങ്കിലും പറയാം. ഈ ഒരു റീജിയൻ നമ്മൾ എന്തെന്ന് പറയും? ഓൺ റീജിയൻ അല്ലെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് റീജിയൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ കട്ട് ഓഫ് റീജിയനിൽ എങ്ങനെയാണ്? ഇവിടെ VGS എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. there is no current flows through it. അതായത് ഈ ഒരു റീജിയനിൽ പ്രത്യേകിച്ച് കറന്റ് ഫ്ലോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പൊ നമുക്ക് MOSFET എന്തായിട്ടായിരിക്കും? ഒരു ഓഫ് സ്വിച്ച് ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഓമിക് റീജിയൻ ആണ്. ഈ ഒരു റീജിയനെ നമുക്ക് ഓമിക് റീജിയൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എന്താണ്? കറന്റ് ID ഇൻക്രീസസ് വിത്ത് VDS ആണ്. VDSനനുസരിച്ച് കറന്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സാച്ചുറേഷൻ റീജിയൻ അതായത് ഈ ഒരു പെർട്ടിക്കുലർ റീജിയനെയാണ് നമ്മൾ സാച്ചുറേഷൻ പറയുന്നത്. ID കോൺസ്റ്റന്റ് ഇൻ സ്പൈറ്റ് ഓഫ് VDS ഇൻക്രീസ്. അതായത് ഇവിടെ നോക്കൂ, ID നമുക്ക് എത്രയാണെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് നിൽക്കുന്നത് VDS ഇൻക്രീസ് ചെയ്താലും അല്ലെ?
ആ ഒരു പിഞ്ച് ഓഫ് വോൾട്ടേജിനേക്കാൾ വിപിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഐഡി എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ടൈമിലാണ് നമുക്ക് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, which one of the following is not a basic MOSFET device type? മോസ്ഫെറ്റിന്റെ ബേസിക് ആയിട്ട് നമുക്ക് എത്ര ടൈപ്സ് വരുന്നുണ്ട്? ഒന്ന് എൻഹാൻസ്മെന്റ് ടൈപ്പും ഡിപ്ലീഷൻ ടൈപ്പും അല്ലെ. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏതാ വരാത്തത്? നാരോ പി ചാനൽ. റോങ് ആണ് അല്ലെ. എൻഹാൻസ്മെന്റ് പി ചാനൽ വരും, എൻഹാൻസ്മെന്റ് എൻ ചാനൽ വരും, ഡിപ്ലീഷൻ എൻ ചാനൽ വരും, ഡിപ്ലീഷൻ പി ചാനലും വരും. ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് മോസ്ഫെറ്റ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്സ് ആണ്, ഡിപ്ലീഷൻ ടൈപ്പ് ഡി മോസ്ഫെറ്റും ഇ മോസ്ഫെറ്റും ആണ്. പ്രസൻസ് ഓഫ് ഫിസിക്കൽ ലെയർ ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ആണ് നമുക്ക് ഡിപ്ലീഷനിൽ വരുന്നത്. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും അപ്ലൈ ചെയ്യാൻ പറ്റും സോഴ്സിനും ഗേറ്റിനും ബിറ്റ്വീൻ ആയിട്ട്. എൻഹാൻസ്മെന്റിൽ എങ്ങനെയാണ്? ഫിസിക്കൽ ലെയറുകൾ ഒന്നും തന്നെ വരുന്നില്ല സോഴ്സിനും. ഇവിടെ നമുക്ക് ഓൺലി വൺ ടൈപ്പ് ഓഫ് പൊളാരിറ്റി നമുക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ഡിഫറെന്റ് 4 ടൈപ്സിൽ വരുന്ന എൻഹാൻസ്മെന്റും ഡിപ്ലീഷനിലും വരുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, which of the following statement is true for E MOSFET? Enhancement MOSFET നെ ബേസ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The E MOSFET is capable of operating only in enhancement mode. ഓൺലി എൻഹാൻസ്മെന്റ് മോഡിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നോക്കൂ, ഈ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻഹാൻസ്മെന്റ് മോഡിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. Or enhancement MOSFET ആണ്. It means that whenever a voltage toward the gate terminal of this MOSFET increases, gate terminal across ആയിട്ട് വരുന്ന ആ ഒരു വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് current flow will be increases more from drain to sources. അതായത് നമ്മൾ വോൾട്ടേജ് ആ ഒരു ഗേറ്റ് ടെർമിനലിന് വരുന്ന ആ ഒരു വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു കറന്റ് ഫ്ലോ ഡ്രെയിനിൽ നിന്നും സോഴ്സിലേക്ക് വരുന്ന കറന്റ് ഫ്ലോയും ഇൻക്രീസ് ആവുകയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിൽ വരുന്നത്. ഓക്കെ, അതിന്റെ ഹയസ്റ്റ് മാക്സിമം വാല്യൂ വരെ എത്തുന്നതാണ് ഈ പറയുന്ന ഒരു ടൈപ്പിൽ. അപ്പൊ ഈ ഒരു എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അതിന്റെ എൻഹാൻസ്മെന്റ് മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഇതാണ് അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ട് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.